ഫിസിയോഗ്രഫി ഡിവിഷൻസിന്റെ 4ാമത്തെ ഡിവിഷനാണ് കോസ്റ്റൽ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ കോസ്റ്റൽ പ്ലെയിൻസ് ആണെങ്കിൽ നമുക്കറിയാം അറേബ്യൻ സീയുടെയും ബേ ഓഫ് ബംഗാൾ സീയുടെയും ഇടയ്ക്കായിട്ട് വന്നിരിക്കുന്ന പ്രദേശത്തെയാണ് നമ്മൾ കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസും അതോടൊപ്പം തന്നെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ഇതെല്ലാം കൂടെ ഉൾപ്പെടെ. അതോടൊപ്പം തന്നെ നമ്മളുടെ ഐലൻഡ് ഏരിയയിലുള്ള ഇപ്പം ലക്ഷദ്വീപ് ഐലൻഡ്സിലും അതോടൊപ്പം തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിന്റെ ഇടയ്ക്കൊക്കെ ഉള്ള കോസ്റ്റൽ ഏരിയ നമുക്ക് കോസ്റ്റൽ പ്ലെയിൻസ് ആയിട്ട് കണക്കാക്കാം. ടോട്ടൽ എടുക്കുകയാണെങ്കിൽ 7516 കിലോമീറ്റർ ആണ് നമ്മളുടെ കോസ്റ്റൽ ഏരിയ വന്നിരിക്കുന്നത്. ഇപ്പം വ്യാപിച്ചെടുക്കുന്ന സ്റ്റേറ്റ്, ഇപ്പൊ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് വ്യാപിച്ചെടുക്കുന്ന സ്റ്റേറ്റ് ആണെങ്കിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, അതോടൊപ്പം തന്നെ കർണാടക, ഗോവ, കേരള റീജിയനിലാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് വരുന്നത്. അപ്പൊ ഇതിന് സബ് ഡിവിഷൻസ് ഉണ്ട്. ഒന്നാമത്തെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിന്റെ ഒന്നാമത്തെ സബ് ഡിവിഷൻ എന്ന് പറയുകയാണെങ്കിൽ ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിൻസ് ആണ്. 2ാമത്തെ സബ് ഡിവിഷൻ എന്ന് പറയുമ്പോൾ കൊങ്കൺ കോസ്റ്റൽ പ്ലെയിൻസ് ആണ്. അപ്പൊ കൊങ്കൺ കോസ്റ്റൽ പ്ലെയിൻസ് വന്നിരിക്കുന്നത് മഹാരാഷ്ട്ര, ഗോവ റീജിയനിലാണ് കൊങ്കൺ കോസ്റ്റൽ പ്ലെയിൻസ് വന്നിരിക്കുന്നത്. അടുത്ത 3ാമത്തെ ഡിവിഷൻ ആണെങ്കിൽ കാനറ കോസ്റ്റൽ പ്ലെയിൻസ്, കർണാടക റീജിയനിലാണ് കാനറ കോസ്റ്റൽ പ്ലെയിൻസ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മളെ കേരള റീജിയനിലുള്ള കോസ്റ്റൽ ഏരിയ പറയപ്പെടുന്ന പേരാണ് മലബാർ കോസ്റ്റൽ പ്ലെയിൻസ്. അത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിന്റെ ഒരു ഡിവിഷനാണ്. അടുത്തൊരു കോസ്റ്റൽ ഏരിയ എന്ന് പറയുകയാണെങ്കിൽ ദ കോസ്റ്റൽ ഏരിയ ഓഫ് ലക്ഷദ്വീപ്. ഇപ്പൊ ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ കോറൽ ഐലൻഡ്സ് ആണ്, അവിടെയുള്ള കോസ്റ്റൽ ഏരിയ ഉണ്ട്. അത് ഉൾപ്പെടെ എല്ലാം നമ്മളെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അടുത്ത കോസ്റ്റൽ പ്ലെയിൻസ് ആണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്. ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് വന്നിരിക്കുന്നത് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകണമെങ്കിൽ തമിഴ്നാട്, അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റുകളും അതോടൊപ്പം തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സുമാണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിന്റെ 1ാമത്തെ ഡിവിഷൻ എന്ന് പറയുമ്പോൾ തമിഴ്നാട് കോസ്റ്റൽ പ്ലെയിൻസ് ആണ്. തമിഴ്നാട് കോസ്റ്റൽ പ്ലെയിൻസ് കഴിഞ്ഞാൽ അടുത്ത ആന്ധ്ര കോസ്റ്റൽ പ്ലെയിൻസ് ആണ്. ആന്ധ്ര കോസ്റ്റൽ പ്ലെയിൻസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഉത്കൽ കോസ്റ്റൽ പ്ലെയിൻസ് ആണ്. ഉത്കൽ കോസ്റ്റൽ ഏരിയ എന്ന് പറയുമ്പോൾ വ്യാപിച്ചെടുക്കുന്നത് വെസ്റ്റ് ബംഗാളിലും അതോടൊപ്പം തന്നെ ഒഡീഷയാണ്. അപ്പൊ കോസ്റ്റൽ ഏരിയ ഓഫ് ഒഡീഷ എന്ന് പറയുകയാണെങ്കിൽ ഉത്കൽ കോസ്റ്റൽ പ്ലെയിൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ബംഗാൾ കോസ്റ്റൽ ഏരിയ ഉണ്ട്. ബംഗാൾ റീജിയനിലാണ്. അത് ഉത്കലിന്റെ ഭാഗമായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് പറയുകയാണെങ്കിൽ ദ കോസ്റ്റൽ ഏരിയ ഓഫ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. അത് ഒരുപാട് ഏകദേശം ഒരു 300ഓളം ഐലൻഡ്സ് ഉള്ള ഒരു പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ കോസ്റ്റൽ ഏരിയ. അത് നമ്മളൊരു ഫിസിയോഗ്രഫിക് ഡിവിഷന്റെ ഭാഗമാണ്, ഇന്ത്യൻ ഐലൻഡ്സിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ആ കോസ്റ്റൽ ഏരിയയുടെ ഐലൻഡിന്റെ സൈഡിലുള്ള കോസ്റ്റൽ ഏരിയകളെല്ലാം നമുക്ക് എന്താണ് ഒരു കോസ്റ്റൽ പ്ലെയിൻ ഡിവിഷൻ ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്.